നാഗറാണി സീരിയലില് ടിവിയിൽ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൽ നമ്മുടെ പൂർവിക്ക് നാഗകന്യകയുടെ ശക്തികൾ കിട്ടിത്തുടങ്ങുകയാണ്. പൂർവിക്ക് മനസ്സിലാവുന്നു എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സൂപ്പർ പവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം. പൂർവി മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അനന്ത പ്രഗ്നന്റ് ആവുന്നു കല്യാണത്തിന് മുന്നേ. എൻ്റെ പൊന്നെ, സൂപ്പർ ട്വിസ്റ്റ് ആണ് ഇനി വരാനിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പൂർവി നാഗകന്യകയായിട്ട് മാറാൻ തുടങ്ങുന്നത് രജിത്ത് കാണുന്നു. നേരെ പോയി പരമീതിന്റെ അടുത്തും ബൽജീത്തിന്റെ അടുത്തും പറയുന്നു, പൂർവിയെ പരമീത് വിരട്ടുന്നു. പക്ഷെ ഇതിനിടയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നു. പൂർവിക്ക് സൂപ്പർ ഫാസ്റ്റ് പോലെ ഓടാനുള്ള പവറുകൾ, പൂർവിയുടെ കണ്ണട ഇല്ലാതെ കാണാനുള്ള സ്പെഷ്യൽ പവേഴ്സ്, ഭയങ്കര ഫാസ്റ്റ്, എല്ലാ പരിപാടിയും വളരെ വേഗത്തിൽ പൂർവിക്ക് ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് പൂർവി നാഗകന്യകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇനി ടി വിയിൽ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന എന്നുള്ള എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാഗറാണിയുടെ എപ്പിസോഡ് 6, അതായത് നാഗകന്യക 7ന്റെ മെയ് 4-ാം തീയതിയിലെ ഇന്ന് ടി വിയിൽ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തേണ്ട ബാക്കിയായിട്ടാണ് പറയുന്നത്. പ്രൊമോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ഉടനെ വരുമായിരിക്കും. നമ്മുടെ പൂർവി ആരവന്റെ ക്യാബിനിലോട്ട് കുറേ സാധനങ്ങൾ, പൂർവി എടുത്ത് കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. അങ്ങനെ അതെല്ലാം കൊണ്ട് പോവാണ്. അപ്പം ആര്യമൻ പറയാണ്, ആ ജോലി തുടങ്ങിക്കോ, നിന്റെ ജോലി ഇതുവരെ നീ ചെയ്ത് തുടങ്ങിയില്ലേ, പോയി ജോലി ചെയ്യുക എന്ന് പറയണം. അപ്പോൾ ആര്യമൻ ചോദിക്കണം, റിപ്പോർട്ട് എവിടെ? അത് റിപ്പോർട്ട് സാർ ഞാൻ റെഡിയാക്കില്ല, വേഗം പോയി റിപ്പോർട്ട് റെഡിയാക്ക് എന്ന് പറഞ്ഞ് പൂർവി പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ്, എനിക്ക് കള്ള ഒഴിച്ച് തന്നിട്ട് പോയാൽ മതി. അത് സാർ എനിക്ക് ഒഴിക്കാൻ അറിയില്ല, നീ എങ്ങനെയൊക്കെയല്ലേ ഒഴിച്ച് പഠിക്കുന്നത്, ആ ഒഴിക്ക് എന്ന് പറഞ്ഞ് പൂർവിയെ കൊണ്ട് കള്ളൊക്കെ ഒഴിപ്പിച്ചിട്ട് പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആര്യമൻ പൂർവിയെ പറഞ്ഞു വിടുവാണ്. പിന്നീട് നമ്മൾ ഇന്നലെ രാത്രി നാഗകന്യക അറ്റാക്ക് ചെയ്ത രജിത്തില്ലേ, രജിത്ത് റോമയുടെ അടുത്ത് നിൽക്കുവാണ്. അപ്പോൾ റോമ പറയുകയാണ്, നീ കണ്ട കാര്യം പോയി പരമീതങ്ങളുടെ അടുത്ത് പറ, പരമീതങ്ങള് നാഗകന്യക ആരാണെന്ന് തിരക്കി നടക്കണം, അപ്പോൾ പോയി പറ. ഓക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്, നമ്മുടെ രജിത്ത് നേരെ ഓഫീസിലോട്ട് പോവാണ്. ഇതേ സമയം പൂർവി വർക്ക് ചെയ്യാൻ തുടങ്ങുവാണ്. ആര്യമൻ പറയുകയാണല്ലോ, ജോലി ചെയ്യാൻ പറയുന്നതുകൊണ്ട് പൂർവി വർക്ക് ചെയ്യാൻ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഒരു ദൈവത്തിന്റെ വിഗ്രഹമൊക്കെ വെച്ച് ഫസ്റ്റ് ഡേ ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നു. കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ അനന്ത അങ്ങോട്ട് വരികയാണ്. അനന്തയും അതേ ഓഫീസിലാണല്ലോ. അപ്പോൾ ആ പൂർവി നമുക്ക് വീട്ടിൽ പോവാം. അപ്പം ചേച്ചി എൻ്റെ വർക്ക് കഴിഞ്ഞില്ല, ഞാൻ വന്നോളാം, ബസ്സിൽ വന്നോളാം, ചേച്ചി പൊയ്ക്കോ എന്ന് പറയുകയാണ്. എന്നിട്ട് അനന്ത പോകുന്നു. പൂർവി കുറച്ച് നേരം അവിടെ ഇരുന്ന് ജോലി ചെയ്തിട്ട് പൂർവിക്ക് നല്ല ഉറക്കം വന്ന് അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങുന്നു. ഉറങ്ങുമ്പോഴത്തേക്കും ആര്യമൻ വരികയാണ്. ആര്യമൻ വരുമ്പോൾ നോക്കുമ്പോൾ പൂർവ്വം എവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. ആര്യമൻ ഒരു പേപ്പർ റോൾ ചെയ്തെടുത്ത് ഇവിടെ തോളത്തൊരു തട്ട് കെട്ടിയിട്ട്, നീ ഉറങ്ങുവാണ് അടി ഇവിടെ ഇരുന്ന്, പണിയൊക്കെ ചെയ്തോ, എവിടെയാ റിപ്പോർട്ട്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതാ സാർ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുവാണ്. റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ആര്യമൻ പറയുവാണ്, എനിക്കൊരു കോഫി വേണം, പഞ്ചസാര ഇടാത്തൊരു കോഫി വേഗം കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് പോയി ജോലി ചെയ്യുന്നേ, എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉത്തരാമയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുവാണ്. ഉത്തരാമ പറയുവാണ്, നാഗകന്യകയാകാനുള്ള ആദ്യത്തെ ചുവട് കഴിഞ്ഞു, പക്ഷെ ഇനിയും രണ്ടാമത്തെ മൂന്നാമത്തേക്ക് ചുവടുണ്ട് എന്നിങ്ങനെ പറയുന്നു. അപ്പൊ പൂർവി നേരെ വർക്ക് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ പൂർവിക്ക് ഇവിടെ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മുടെ പാമ്പിന്റെ ചട്ട, നാഗപടം ഇങ്ങനെ വിരിഞ്ഞ് വരുവാണ്. അപ്പൊ കൈ ചൊറിയുന്നു, ആകെ മൊത്തം ഒരു അസ്വസ്ഥത. എനിക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, ഒന്ന് ബാൽക്കണിയിലോട്ട് ടെറസിലോട്ട് പോയിട്ട് വരാം ഓഫീസിന്റെ എന്ന് പറഞ്ഞ് നേരെ പൂർവി എന്ത് ചെയ്യുന്നു, ടെറസിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പോഴേ നമ്മുടെ രജിത്ത് ഓഫീസിൽ പരമീതിന്റെ അടുത്ത് ഇന്നലെ താൻ നാഗകന്യകയെ കണ്ട കാര്യവും അവിടെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ പോയപ്പോഴാണ് കണ്ടെന്നൊക്കെ ഉള്ള കാര്യം പറയാനായിട്ട് ആണല്ലോ ഓഫീസിൽ വരുന്നത്. അപ്പോൾ ഓഫീസിലോട്ട് കയറി വരുന്ന വഴിക്ക് പൂർവി മുകളിൽ കൂടെ ടെറസിൽ കയറി പോകുന്നത് ഇവൻ കാണുവാണ്. അപ്പം ഇത് മറ്റവളല്ലേ എന്ന് ചിന്തിച്ചോണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു, പൂർവിയുടെ പിന്നാലെ പൂർവി കാണാതെ പോവാണ്. പൂർവി നേരെ ടെറസിലെത്തി ഭയങ്കര ചൊറിച്ചിൽ, കയ്യിലും കാലിലും മുഖത്തും നെഞ്ചിലും മുതുകിലും ഒക്കെ നാഗപടം ഇങ്ങനെ പാമ്പിന്റെ ചട്ട ഉരിയും പോലെ ഉരിയുവാണ്. പൂർവി അവിടെ കിടന്ന് വേദനിച്ച് കഴുത്തിൽ ID കാർഡൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞ് ഭയങ്കര പ്രശ്നം. അപ്പോഴേ പൂർവി ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശിവന്യ, പഴയ സീസണിലെ ശിവന്യ, ശിവാംഗി, മേഘ, വൃന്ദ, ബാനി, പ്രദ എല്ലാവരും ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഉത്തരാമ ക്ഷേത്രത്തിൽ നിന്ന് പറയുകയാണ്, ചരിത്രത്തിന്റെ പുതിയ നിയമം വരാൻ പോവുകയാണ്. 6 മഹാനാഗകന്യകകൾക്ക് ശേഷം ഇതാ ജന്മന ഒരു ഇച്ഛാധാരിയായിട്ടുള്ള ഒരു നാഗകന്യക പിറവി കൊള്ളുകയാണ് എന്നിങ്ങനെ ഉത്തരാമ പറയുന്നത് കാണിക്കുവാണ്. പിന്നീട് നമ്മുടെ രജിത്ത് വന്നിങ്ങനെ ബാൽക്കണിയുടെ ഡോർ തുറന്ന് നോക്കുമ്പോൾ പൂർവിയില പാമ്പിന്റെ ചട്ടയെ ഉരിഞ്ഞ് സ്വന്തമായിട്ട് അങ്ങ് നിൽക്കുന്നു. നാഗകന്യകയായിട്ട് മാറാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട്, അയ്യോ നാഗകന്യക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി എന്ത് ചെയ്യാണ്, ഈ പറയുന്ന രജിത്ത് ഓടുവാണ്. പൂർവി സ്വന്തമായിട്ട് ബോധമൊന്നുമില്ലല്ലോ. പൂർവിയുടെ ചട്ട ഉരിഞ്ഞിട്ട് പൂർവി ബോധം കെട്ട് അവിടെ അങ്ങ് വീഴുവാണ്. നേരെ നമ്മുടെ രജിത്ത് ഓടിപ്പോയി പരമീതിന്റെ അടുത്തും ബൽജീതിന്റെ അടുത്തും വന്നിട്ട്, നാഗിനിയുണ്ട് പുറത്ത്, ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരെയാ നീ കണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പൂർവി ഇടിച്ചു തള്ളി കയറിക്കൊണ്ട് ആ ക്യാബിനകത്തോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് ഇവളാണ് നാഗിനി, ഇവളാണ്. അപ്പൊ ബൽജീത്ത്, നീ നാഗിനിയാണോ?
നീ നാഗിനിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പരമീത്, ബൽജീത്ത് അല്ല പരമീത് പേടിപ്പിക്കുകയാണ്. അപ്പോൾ പൂർവി ഞാൻ അങ്ങനെ നാഗകന്യകയാവും, ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ മനുഷ്യനായിട്ടല്ലേ നിൽക്കുന്നത്, അപ്പോഴത്തേക്കും നാഗകന്യകയാണോ നീ നാഗകന്യകയാണോ എന്ന് പേടിപ്പിക്കുമ്പോൾ പൂർവി അവിടെ നിന്ന് പേടിച്ചിറങ്ങി ഓഫീസിൽ നിന്ന് ക്യാബിനിൽ നിന്ന് പുറത്തോട്ട് പോവാണ്. അപ്പൊ രജിത്ത് പറയാണ്, ഞാൻ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ നിന്നൊക്കെ കുറച്ച് പൈസ തട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ ഇവിടെ വന്ന് നിങ്ങളൊക്കെ ഇത്രയും മണ്ടരാണെന്ന് കണ്ടപ്പം എനിക്ക് നിങ്ങളൊന്ന് പണം തട്ടാൻ തോന്നണില്ല എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴത്തേക്ക് ഓഹോ അപ്പൊ നീ നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മുടെ പേടി മുതലെടുത്ത് ഇവിടെ വന്നതാണല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവന്റെ കഴുത്തിന് പിടിച്ച് സെക്യൂരിറ്റി എടുത്ത് പുറത്ത് പിടിച്ച് തള്ളുകയാണ് ബൽജീത്തും പരമീതും കൂടി. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പറയുന്ന രജിത്ത് നേരെ പുറത്ത് ഓഫീസിന്റെ പുറത്ത് ഒരു കാറിന്റെ അടുത്ത് വന്നിട്ട് കാറിന്റെ ഡിക്കി പൊക്കുമ്പോഴാണ് കാറിന്റെ ഡിക്കിക്കകത്ത് ഒറിജിനൽ രജിത്തിന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ വന്ന രജിത്തില്ല ഡിക്കിയുടെ അടുത്ത് നിൽക്കുന്നത്, രജിത്ത് അങ്ങോട്ട് ഇങ്ങനെ രൂപം മാറുന്നു, ഭരണി, നമ്മുടെ നാഗകന്യക ഭരണി. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, നമ്മുടെ രജിത്ത് ടെറസിൽ നിന്ന് ഇറങ്ങി ഓടി വരുമല്ലോ ഈ ബൽജീത്തിന്റെ അടുത്തും പരമേതിന്റെ അടുത്ത് സത്യം പറയാൻ. വരുമ്പോഴത്തേക്ക് അവിടെ ആരെയും കാണൂല. അപ്പൊ ഭരണിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഭരണി അവിടെ നിൽക്കുന്നു വേറൊരു വേഷത്തിൽ. അപ്പം ബൽജീത്ത് അല്ല പരമീത് അങ്കിളിന്റെ ക്യാബിൻ ഏതാ, അതിങ്ങനെ ചൂണ്ടുന്നു. അപ്പൊ അങ്ങോട്ട് ഓടുമ്പോൾ അവിടെ ഉത്തരാമ നിൽക്കുന്നു. ഉത്തരാമ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറം മാറ്റി നാഗവടം വിരിയിക്കുമ്പോൾ ആളെ നാഗകന്യകയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നു രജിത്തിന്. അപ്പൊ രജിത്ത് പേടിച്ച് പിറകിലോട്ട് മാറുമ്പോൾ പിറകിൽ ഭരണി നാഗകന്യകയായിട്ട് നിൽക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ നാഗകന്യകയായിട്ട് നിന്നിട്ട് പൂർവിയായിട്ട് നമ്മുടെ ഉത്തരാമ രൂപം മാറുന്നു, രജിത്തായിട്ട് ഭരണി രൂപം മാറുന്നു. എന്നിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഫ്ലാഷ് ബാക്ക് നടന്നതെന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇവനെ നേരെ കൊണ്ട് കെട്ടി ഇതിനകത്ത് ഡിക്കിക്കകത്ത് ആക്കിയതാണെന്നുള്ള ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. എന്നിട്ട് ഉത്തരാമ, അതായത് നമ്മുടെ പൂർവി അങ്ങോട്ട് നടന്നു വന്നിട്ട് ഉത്തരാമയായിട്ട് രൂപം മാറുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എവിടെയെങ്കിലും പൊയ്ക്കോ, കെട്ടഴിച്ച് വിടുവാണ്, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ, നമ്മുടെ കൺമുന്നിൽ വന്ന് പെടരുത് എന്ന് പറയുവാണ്. ഓക്കെ, അങ്ങനെ രജിത്ത് പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ഒരു വണ്ടി ഇടിച്ച് രജിത്ത് മരിക്കുവാണ്. അപ്പം തന്നെ മരിക്കുന്നു. ഭരണി പറയാണ്, നമ്മൾ അവനെ വെറുതെ വിട്ടെങ്കിലും അവന്റെ വിധി അവനെ വെറുതെ വിട്ടില്ല എന്ന് പറയുന്നു. അപ്പം എന്നിട്ട് ഇനിയും നമ്മുടെ പൂർവിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഭരണി ചോദിക്കുകയാണ്. അപ്പോൾ ഉത്തരാമ പറയുവാണ്, അവളുടെ ഉള്ളിലെ ശക്തി ഇനി ഉണരും, കാരണം അവളുടെ ചിന്തയും ബുദ്ധിയും ശക്തിയും എല്ലാം ഇനി ഒരു മനുഷ്യരെക്കാളും 100 മടങ്ങായിരിക്കും. ഇത് അവളുടെ രണ്ടാമത്തെ ഘട്ടമാണ്. അവളുടെ നാഗശക്തികൾ പുറത്തു വരാൻ തുടങ്ങിയതിന്റെ, അവൾ നാഗകന്യക ആകാൻ തുടങ്ങിയതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് എന്ന് പറയാണ്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് പൂർവി ടെറസിൽ ബോധം കെട്ട് കിടക്കുവാണല്ലോ. അവിടെ നിന്ന് പൂർവി എഴുന്നേക്കുന്നു. പൂർവി നേരെ താഴെ വർക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ കൈ തലേ ദിവസം രാത്രി നാഗകന്യകയായി തുടങ്ങിയ കൈയൊക്കെ പൊള്ളിയിരിക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിലെ പൊള്ളിയതൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഇവിടെ പോയി എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നിട്ട് നിന്നെ ബോസ് തിരക്കുന്നു, ഇപ്പം കിട്ടും നിനക്ക് എന്നിങ്ങനെ പറയുമ്പോൾ പൂർവി കണ്ണട ഉണ്ടല്ലോ, കണ്ണട കൈയിരിക്കും. അപ്പോൾ കണ്ണട എടുത്ത് കണ്ണി വെക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താ ഇതെന്ന് പറഞ്ഞ് കണ്ണട ഒന്ന് തുടയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ഉണ്ട് കണ്ണട ഇല്ലാതെ, അതായത് കണ്ണാടി വെക്കാതെ നമ്മുടെ പൂർവിക്ക് കാണാൻ പറ്റുന്നു. ഇത് കൊള്ളാമല്ലോ, കണ്ണട ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റുന്ന കൊള്ളാം കളി എന്ന് പറഞ്ഞുകൊണ്ട് പൂർവി നേരെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് പടപടപടപട നമ്മുടെ മിന്നൽ മുരളി വർക്ക് ചെയ്യുന്ന കണക്ക് ഈ മിന്നൽ തിളങ്ങി കാറ്റും കോലും കുളി അതുപോലെ പൂർവി പടപട വർക്ക് ചെയ്ത് കുറേ ഫയലുകൾ ആര്യമ്മന്റെ മുന്നിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. പടപട. അപ്പോഴത്തേക്ക് ആര്യമ്മൻ, ഇന്നത്തെ ജോലി കഴിഞ്ഞോ? ഇല്ല സാർ, ഞാൻ ഒരാഴ്ചത്തത് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആര്യമ്മൻ, ഒരാഴ്ചത്തതോ, ഇവിടെ കൊള്ളാല്ല. പക്ഷെ അവളുടെ അടുത്ത് അവളുടെ മുഖം നോക്കി പറയുന്നില്ല. ഇനി ഞാൻ പൊയ്ക്കോട്ടെ സാർ, പൊയ്ക്കോ എന്ന് പറയുകയാണ്. അയ്യോ എൻ്റെ അമ്മ എന്ന് വഴക്ക് പറയേ ഉള്ളൂ, ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് പൂർവ്വി എനിക്ക് ബസ് കിട്ടുമെന്തോ എന്ന് പറഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകുമ്പോൾ ബസ് കൺമുന്നിൽ കൂടെ പോകുന്നു. പൂർവ്വിക്ക് ബസ് കിട്ടുന്നില്ല. അപ്പോൾ അയ്യോ ലാസ്റ്റ് ബസ്സാണ്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പൂർവ്വി ബസ്സിന്റെ പുറകെ ഓടാൻ തുടങ്ങുവാണ്. പൂർവ്വി സൂപ്പർ ഫാസ്റ്റ്, മറ്റേതുപോലെ ഈ മിന്നൽ തിളങ്ങി കാറ്റും കോലും തുടങ്ങി അതുപോലെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന്റെ കൂടെ ഓടുന്നു. ബസ്സിന്റെ കൂടെ എത്തുന്നു. അപ്പോൾ ഡ്രൈവർ നോക്കുമ്പോൾ ബസ്സിന്റെ ഡ്രൈവർ എന്ന് കാണേ ഇതേപോലെ ഇത്ര ഫാസ്റ്റ് വെക്കുക, ഇത്തിരി കൂടെ കൂടുക. അപ്പൊ മാക്സിമം സ്പീഡ്, ബസ് മാക്സിമം സ്പീഡ് ഓട്ടിച്ചിട്ടും പൂർവ്വി കൂടെ ഓടുവാണ്. അവസാനം അയാൾ ബസ് നിർത്തി കൊടുക്കുന്നു. നീ എന്താ ഒളിമ്പിക്സ് ആണോ ഊട്ടി? സാർ ഞാൻ എപ്പോഴേ ചേട്ടൻ്റെ അടുത്ത് വണ്ടി നിർത്തുന്നു പറയുന്നത്, ഞാൻ ഒളിമ്പിക്സ് ഒന്നും അല്ല, ഞാൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പൂർവ്വി കയറി ബസ്സിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ള ബസ് ഇരിക്കുന്ന വേറൊരു പെങ്കൊച്ച് ചോദിക്കണം, അല്ല നീ ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്? അതിവിടെ തൊട്ടടുത്തുള്ള ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ ഓഫീസിന്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് 8 കിലോമീറ്റർ ദൂരമുള്ള ഓഫീസല്ലേ, 8 മിനിറ്റ് കൊണ്ട് നീ അവിടെ നിന്ന് ബസ്സിന്റെ കൂടെ ഓടി എത്തിയ ബസ്സിനെക്കാളും ഫാസ്റ്റ് ആയിട്ട്, കൊള്ളാം നീ എന്നിങ്ങനെ പറയണം. അപ്പൊ പൂർവി ഇത് കൊള്ളാമല്ലോ, ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്, എനിക്ക് കണ്ണട ഇല്ലാതെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നു, എൻ്റെ പനിയൊക്കെ മാറി, എൻ്റെ കയ്യിലെ പൊള്ളലെല്ലാം ശരിയായി, ഞാൻ 8 കിലോമീറ്റർ 8 മിനിറ്റിൽ ഓടിയെത്തി, ഞാനത് സൂപ്പർവുമനെങ്ങാനും ആയോ ഇനി എന്നിങ്ങനെ പൂർവ്വി മേത്ത സൂപ്പർവുമൻ കൈ എന്നിങ്ങനെ ഹിന്ദി ആണല്ലോ, അപ്പം എനിക്കതാണ് അറിയാമെന്നുള്ളത്. അപ്പം അങ്ങനെ പറയുവാണേ. എന്നിട്ട് നമ്മുടെ ഉത്തരാമയും ഭരണിയും കൂടി നമ്മുടെ പൂർവിയുടെ പാമ്പിൻ പടം ഉണ്ടല്ലോ, ടെറസിൽ വെച്ച് പാമ്പിന്റെ തൊലി ഉരിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും പറക്കി എടുത്തുകൊണ്ട് നേരെ കൊട്ടാരത്തിലോട്ട് വരും. കൊട്ടാരമല്ല, നമ്മുടെ നാഗമാളിക നാഗക്ഷേത്രത്തിലോട്ട് വരുവാണ്. എന്നിട്ട് ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ചട്ട എന്ന് പറഞ്ഞുകൊണ്ട് സിംഹാസനത്തിൽ ഇങ്ങനെ ആ ചട്ട ഇങ്ങനെ വെക്കുവാണ്. വെക്കുമ്പോൾ തന്നെ ആ സിംഹാസനം മൊത്തം പൊടി പിടിച്ച് കിടക്കുന്നത് ഒരു പുതിയ സിംഹാസനമായിട്ട് മാറുന്നു. എന്നിട്ട്
അനന്തകുലത്തിന്റെ നാഗകന്യകയാണ്, ശേഷ അംശമാണ് നമ്മുടെ നാഗകന്യകയായിട്ടുള്ള പൂർവി എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ഭരണി ചോദിക്കുകയാണ്, നമുക്ക് നമ്മുടെ നാഗറാണിയുടെ അടുത്ത് സത്യം പറഞ്ഞുകൂടെ? നാഗറാണിയാണ് യഥാർത്ഥ അനന്തകുലത്തിന്റെ നാഗറാണി. അത് പറയാൻ പാടില്ല. 24 വർഷം അവൾ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവളത് എങ്ങനെ എടുക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഉത്തരാമ ഒരു കഥ നമ്മുടെ ഭരണി എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കശ്യപ ഋഷിയുടെ ആദ്യ ഭാര്യയായിട്ടുള്ള കദ്രു 1000 നാഗങ്ങളുടെ അമ്മയായിരുന്നു. അപ്പൊ കശ്യപ ഋഷിയുടെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വിലതയെ ഈ ആദ്യത്തെ ഭാര്യയായ കദ്രു 500 വർഷം തടവിൽ ചതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശേഷനാഗത്തിന്റെ കുറച്ച് സഹോദരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ നാഗങ്ങളും ആരുടെ കൂടെ ആയിരുന്നു? കദ്രുവിന്റെ കൂടെ ആയിരുന്നു. അവസാനം വിലത ഒരു ആൺകുഞ്ഞായിട്ടുള്ള ഗരുഡനെ പ്രസവിച്ചപ്പോൾ ഗരുഡൻ അമ്മയ്ക്ക് പറ്റിയ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നാഗങ്ങളെല്ലാം കൊല്ലാൻ തുടങ്ങി. അപ്പം അനന്തകുലത്തിലെ ശേഷനാഗം മഹാവിഷ്ണുവിന്റെ അടുത്ത് ശരണം പ്രാപിച്ചിട്ട് ഇത് എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞിട്ടാണ് ആ യുദ്ധം നിന്നത്. അപ്പൊ അങ്ങനെ യുദ്ധം നിന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ ലോകത്ത് ഇവിടെ ഉള്ളത് എന്നിങ്ങനെ ഉത്തരമ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ അനന്തകുലത്തിലെ നാഗറാണിയെ സേവ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നിങ്ങനെ പറയാണ്. ഓക്കെ, പിന്നീട് ബസ്സിലെ സീൻസ് ആണ് കാണിക്കുന്നത്. ബസ്സിൽ പൂർവ്വി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കാമുകനും കാമുകിയും കൂടെ തൊട്ടപ്പുറത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാമുകിയെ ഫോൺ വിളിച്ചിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാട്ടിന്റെ ബാക്കി പൂർവ്വി പാടുമ്പോൾ ആ പെങ്കൊച്ചി അവിടെ വേറെ എവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്, ഒരു കോമഡി സീന്. അത് ആവശ്യമില്ല നമുക്ക്. അതിനുശേഷമാണ് പിന്നീട് എൻ്റെ പൊന്നു മക്കളെ നമ്മുടെ അനന്തയും രവീഷും കൂടെ കാറിൽ ഇരിക്കുന്നു. അനന്ത പ്രഗ്നൻസി ടെസ്റ്റർ ഇങ്ങനെ കാണിച്ചിട്ട് പറയാണ്, രവീഷ് ഞാൻ 3 തവണ ചെക്ക് ചെയ്തു, ഞാൻ പ്രഗ്നന്റ് തന്നെയാണ്. അപ്പം അത് നമുക്ക് ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ മോഡേണൊന്നും അല്ല എൻ്റെ അമ്മയും അച്ഛനൊക്കെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ എന്നിങ്ങനെ അനന്ത പറയുന്നു. അപ്പൊ രവീഷ് പറയാണ്, കരൺ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ കാര്യം വീട്ടിൽ പറയാം, നീ ഒന്ന് സമാധാനിക്കേ എന്നിങ്ങനെ പറയണം. അപ്പം നമ്മുടെ രവീഷിന് ഓഫീസിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പം ഞാൻ എന്താ പോകണം, എനിക്കൊരു അർജന്റ് കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ആര് പോവാണ്? നമ്മുടെ രവീഷ് പോകുന്നു. അനന്ത അങ്ങനെ തന്നെ അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇത്രയാണ് ഇന്ന് TV വരാൻ പോകുന്ന എപ്പിസോഡ്. നമുക്ക് നോക്കാം. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഈ സ്റ്റോറി. അപ്പോൾ അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ വരാം. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യണം. നാഗറാണി സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയണം. വീഡിയോ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.